കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ സെക്ഷനിൽ ഹല്ലേലൂയ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്വാഗതം അറിയിക്കുകയും എല്ലാവരെയും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. എല്ലാവർക്കും കർത്താവിന്റെ സ്നേഹവന്ദനങ്ങളെ, പ്രൈസ് ദി ലോർഡ്, അടിയന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ശുശ്രൂഷയ്ക്കായി കർത്താവ് ദൈവനിയോഗപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയച്ചിരിക്കുന്ന കർത്താവ് PMG പ്രസ്ഥാനത്തിൽ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ ഹല്ലേലൂയ കെ സെൽവം പാസ്റ്റർ അവർകളെയാണ്. അദ്ദേഹം കാലത്തെ കർത്താവ് തുടർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി കരങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ദിവസം ക്ഷണിച്ചോളും. കർത്താവിന്റെ പരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസീദാസന്മാർ, ഇവിടെ ശുശ്രൂഷിക്കുന്ന MA വർഗീസ് വാസ് അദ്ദേഹം ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന തോമസ് കുട്ടി പാസ്, മറ്റേ ദേവദാസൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, രാജീവ് പാസ്, എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ വാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ല എങ്കിൽ ഈ ജാതി നീ പോകും. അങ്ങനെയെങ്കിൽ കൂടെ കൂടെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും തിരുപാദപീഠത്തിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ തോമസ് കുട്ടി പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞതായ നാളുകളിൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അദ്ദേഹം ശുശ്രൂഷിച്ച സഭകളിലൊക്കെ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവദാസൻ അവസരമൊരുക്കി. ഇന്ന് രാത്രി ഇവിടെയും ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. എനിക്ക് നൽകപ്പെട്ട സമയത്തിനുള്ളിൽ തന്നെ ദൈവാത്മാവ് നൽകിയതായ വലിയ ചില വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിപ്പാൻ കർത്താവ് ശരണപ്പെടുകയും വേഗത്തിൽ ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യം തന്നെ നമുക്ക് വായിക്കാം. 53-ാം സങ്കീർത്തനം, അതിന്റെ 1ഉം 2ഉം വാക്യം നമുക്ക് വായിക്കാം. 53-ാം സങ്കീർത്തനം 1, 2 വാക്യങ്ങൾ. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടിയാണ് ശുശ്രൂഷിപ്പാൻ ദൈവാത്മാവ് നിയോഗം തന്നിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ചില ബുദ്ധിമാന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. രണ്ടാമത്തെ ബുദ്ധിമാൻ ആഴെ കുഴിച്ച് വീട് പണിയുന്ന ബുദ്ധിമാൻ, അല്ലെങ്കിൽ പണിയുന്ന ബുദ്ധിമാൻ. മൂന്നാമത്തെ ബുദ്ധിമാൻ എണ്ണ ശേഖരിക്കുന്ന ബുദ്ധിമാൻ. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതൽ വായിച്ചാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 10 കന്യകമാർ എണ്ണ ശേഖരിച്ചു. നാലാമത്തെ ബുദ്ധിമാൻ പ്രൈസ് ദി ലോർഡ് ഗ്രഹിക്കുന്ന ബുദ്ധിമാൻ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട്. അഞ്ചാമത്തെ ബുദ്ധിമാൻ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദാനിയേൽ പ്രവചനം തന്നെ 12-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഇങ്ങനെ ബുദ്ധിമാന്മാരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട്. ഈ ഭാഗങ്ങളെല്ലാം വിശദീകരിക്കാൻ സമയം പോരാ. ഒന്നാമത്തെ ബുദ്ധിമാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ബുദ്ധിമാനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വചനം നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ
യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അങ്ങനെയെങ്കിൽ 2-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുന്നത്, രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ. ആരാണ് ഈ രാജാക്കന്മാർ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. വെളിപ്പാട് നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. അങ്ങനെയെങ്കിൽ അവിടെ നമ്മൾ വായിക്കുന്ന രാജ്യം എന്ന ഭാഗത്ത് രാജാക്കന്മാരും പുരോഹിതന്മാരും. അങ്ങനെ ദൈവം രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ എന്ന് 2-ാം സങ്കീർത്തനം 10-ാം വാക്യം വായിക്കുമ്പോ ആരാണ് ഈ രാജാക്കന്മാർ? അങ്ങനെയെങ്കിൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമാണ് രാജാക്കന്മാർ. അങ്ങനെയെങ്കിൽ അവർ ബുദ്ധി പഠിക്കണം. ഈ ഭൂമിയിലും ഉന്നതൻ പദവിയിൽ എത്തുന്നവർ പഠിച്ച് അവർ ഉന്നത മണ്ഡലങ്ങളിൽ എത്തുന്നത് പോലെ ദൈവത്തിന്റെ വചനവും പഠിച്ച് അവർ ബുദ്ധിമാന്മാരായി മാറുവാനിടയാക്കി. ഭൂമിയിലെ ബുദ്ധിമാന്മാർ ഈ ഭൂമിയെ ചുറ്റി പറ്റി നിൽക്കുന്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. ഒന്നുകൂടി പറഞ്ഞാൽ ചന്ദ്രൻ, സൂര്യനെ കുറിച്ചും പഠിക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. ഇങ്ങനെ ഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ച് അവിടെ എങ്ങനെയെങ്കിലും എത്താൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരെ ലോകം ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോ ഒരു ദൈവ വൈതലിനെ ദൈവം ബുദ്ധിമാൻ എന്ന് പറയാൻ കാരണം അതിനപ്പുറമായ ഉത്തരഗിരിയായ സിയോനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവജനം പ്രാപിച്ചത് കൊണ്ടാണ് അവർ ഈ ഭൂമിയിൽ ബുദ്ധിമാന്മാരായവാൻ കാരണം. ഈ ഗ്രഹങ്ങൾക്കും അപ്പുറമായ കാഴ്ചപ്പാട്, ആ ദർശനം പ്രാപിച്ചവരാണ് ദൈവത്തിന്റെ ജനം. ആ കാഴ്ചപ്പാട് പ്രാപിച്ചവരെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അങ്ങനെയെങ്കിൽ ബുദ്ധിമാനാകണമെങ്കിൽ എന്ത് ചെയ്യും? ബുദ്ധിമാനാകണമെങ്കിൽ എന്ത് ചെയ്യും? 119-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം, അതിന്റെ 71-ാം വാക്യം, 73-ാം വാക്യം, 143-ാം സങ്കീർത്തനം വീണ്ടും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ 10-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 119:7. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവത്തിന് ശരിയായ ഒരു സ്തോത്രം പറയണമെങ്കിൽ ദൈവത്തിന്റെ വിധികളെ ഞാൻ നിങ്ങൾ പഠിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. 2-ാമത്തെ ഭാഗം അതിന്റെ 71-ാമത്തെ വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അങ്ങനെയെങ്കിൽ 2-ാമത് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കും. അതിന്റെ 73-ാമത്തെ വാക്യം. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു, നിന്റെ കൽപ്പനകളെ പഠിപ്പാൻ എനിക്ക് ബുദ്ധി നൽകണം. ദൈവത്തിന്റെ കൽപ്പനകളെ പഠിക്കണം. 143-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. 143 നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ, നീ എന്റെ ദൈവമാകുന്നുവല്ലോ. ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയണമെങ്കിൽ ഒന്ന് വിധി പഠിക്കണം. ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ പഠിക്കണം. 2 അവന്റെ ചട്ടം പഠിക്കണം. 3 അവന്റെ കൽപ്പനകൾ പഠിക്കണം. 4 ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് പഠിക്കണം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഇത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മൾ വായിക്കുന്ന മത്തായി സുവിശേഷം 28-ാം അധ്യായം,
മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. നല്ല ഗുരുവിൽ നിന്ന് പഠിക്കണം. നല്ല ഗുരുവിൽ നിന്ന് പഠിക്കണം. ദൈവസന്നിധിയിൽ അന്നും ഇന്നും പഠനത്തിന് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന അനേകരെ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം വായിച്ചാൽ ഇസ്രായേൽ ജനം തൃക്കാൽക്കൽ ഇരുന്ന് പഠിച്ചു. വീണ്ടും നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചു. മറിയ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നിത്യജീവന്റെ മൊഴികൾ, അവന്റെ ലാവണ്യ വാക്കുകൾ മറിയെ വളരെ സ്വാധീനിപ്പാൻ ഇടയാക്കി. മറിയ പാദപീഠത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മാർത്തയ്ക്ക് അത്ര സന്തോഷമായി. ഇന്നും യേശുവിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിക്കുന്നത് ലോകത്തിന് അത്ര സന്തോഷമല്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് അത് ഇഷ്ടം തോന്നത്തില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പഠിക്കുന്ന മറിയെ പോലുള്ള ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വചനം ധ്യാനിക്കുമ്പോൾ ആത്മാവെന്നെ പഠിപ്പിച്ചത്, ഈ മറിയ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ പോയി ആരുടെയെങ്കിലൊക്കെ കാര്യം പറഞ്ഞ് സന്തോഷിക്കുന്നതാണ് മാർത്ത കണ്ടതെങ്കിൽ ഒരുപക്ഷെ മാർത്തയ്ക്ക് പരാതിയില്ലായിരുന്നു. എന്നാൽ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നത് ഒരിക്കലും സന്തോഷകരമായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത്, കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഓരോ ദൈവത്തിന്റെ ദാസിദാസന്മാരും അലിയ സുദ്രം അവരാണ് ഈ ഭൂമിയിലെ ബുദ്ധിമാന്മാർ. ലോകം പറയും നീ ഭോഷന, ലോകം നമ്മെ നോക്കി പറയും നീ ഭോഷിയ, നിനക്ക് അറിവില്ലെന്ന് ലോകം പറയുമ്പോൾ ദൈവം പറയുന്നു നീയാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അങ്ങനെയെങ്കിൽ ഇതുപോലെ ആ ഭാഗ്യകരമായ അവസ്ഥയിൽ എത്തിച്ചേരുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. വചനം പറയുന്നത് അങ്ങനെയാണല്ലോ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രാത്രി ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ കൃപയാൽ ഈ നല്ല ഗുരുവിന്റെ പാദപീഠത്തിൽ വരുവാൻ, അലിയ സ്വതന്ത്രം അവന്റെ വിധികൾ പഠിപ്പാൻ, ചട്ടം പഠിപ്പാൻ, അവന്റെ കൽപ്പന പഠിപ്പാൻ, അവന്റെ ഇഷ്ടം പഠിപ്പാൻ, പ്രൈസ് ദി ലോർഡ്, അലിയ സ്വതന്ത്രം ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ സ്തോത്രം ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിലെ സദൃശ്യവാക്യം 4-ാം അധ്യായം ഒരു പഠനശാലയാണ്. അതിന്റെ 4-ാമത്തെ വാക്യം മാത്രം വായിച്ചു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ സദൃശ്യവാക്യം 4-ാം അധ്യായം ഒരു വിശ്വാസിക്ക് ഒരു പഠനശാലയാണ്. അതിനകത്ത് വായിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സന്ദേശങ്ങളും ആ 4-ാം അധ്യായത്തിൽ ആത്മാവ് തരുന്നുണ്ട്. സ്വതന്ത്രം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിക്കും തോറും ഒരു ദൈവ പൈതൽ ബുദ്ധിമാനായി മാറുവാൻ ഇടയാക്കി. അങ്ങനെയെങ്കിൽ അലിയ സ്വതന്ത്രം തിമത്യോസിന്റെ ലേഖനം നമ്മൾ വായിക്കുന്നത്, പൗലോസ് തിമത്യോസിനോട് പറയുമ്പോഴത്തെ ആരിൽ നിന്ന് പഠിച്ചു എന്ന് നീ ഒന്ന് ഓർക്കണം. സ്വതന്ത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച, ദൈവം നമ്മെ പഠിപ്പിച്ച ആ ഭാഗങ്ങളെ ഓർത്ത് അതിൽ നിൽക്കണം. ഇന്നത്തെ പുതിയ തലമുറ പുതിയ പഠനങ്ങൾ കണ്ടെത്തി പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെതായ വചനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ സ്വതന്ത്ര ദൈവത്തിന്റെ വചനം പഠിച്ചവർ അതിൽ നിലനിൽക്കുന്നതാണ് സ്വർഗത്തിലെ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വതന്ത്രം യൂട്യൂബിലും പല ഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തോട് ഒരു യോജിപ്പുമില്ലാത്ത രീതിയിലാണ് ശുശ്രൂഷകൾ പോകുന്നത്. എന്നാൽ കൃപയാൽ ഈ കർത്താവിന്റെ വചനം ശരിയായി മനസ്സിലാക്കി കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ ദൈവം നമുക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. അനേകര് തലയിൽ തുണി പോലും ഇടാതെ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത് കാണാൻ വല്ലാത്ത അവസ്ഥയിൽ വേദപുസ്തകം പറയുന്നത് തലയിൽ സ്ത്രീകൾ തുണിയിട്ടണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവര് തലയില് മൂടുപടണം.
എന്നാൽ ആ സ്വതന്ത്രം ലോകം അതിൽ നിന്ന് അങ്ങ് മാറിപ്പോകും. ഇങ്ങനെ ഈ വചനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അതിർ മാറ്റുന്നവനെ പാമ്പ് കടിക്കും. ഞാൻ ആ വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, സ്വതന്ത്രം ആ അതിരിലെ കല്ലിനടിയിൽ, അതിരിലെ കല്ല് മാറ്റുമ്പോഴാണല്ലോ പാമ്പ് കടിക്കുന്നത്, ആ അതിരിലെ കല്ലൊന്ന് മാറ്റി നോക്കാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിന്റെ ഏതെങ്കിലും ഒരു അതിരിനടിയിൽ, കല്ലിനടിയിൽ പാമ്പുണ്ടോ നമ്മളൊന്ന് നോക്കിയാൽ മതി. എന്നാൽ അവിടെയെങ്കിലും പാമ്പുണ്ട്. ഏതർത്ഥത്തിലാ വാക്യം എഴുതിയിരിക്കുന്നത്? ദൈവം നമുക്കിട്ടിരിക്കുന്ന അതിരുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഇവിടം വരെ പോകാം, ഇത്രയും വരെയൊക്കെ ആകാം. ലോകം പോകുന്നത് പോലെ പോകാൻ നമുക്ക് അനുവാദമില്ല. ലോകം സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ അനുവാദമില്ല. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നത് മിക്കവാറും നിന്റെ കൽപ്പനയ്ക്കോ കഴുകൻ മേലോട്ട് പറക്കുകയും ഉയരത്തിൽ കൂടുവയ്ക്കുകയും ചെയ്യുന്നുള്ള ആ ഭാഗം എടുത്ത് പ്രസംഗിക്കുമ്പോഴാണ് എവിടം വരെ ഒരു വിശ്വാസിക്ക് പോകാം എന്ന ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കാറ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിരിനടിയിൽ അല്ലെങ്കിൽ അതിരുകല്ലിനടിയിൽ പാമ്പ് അവിടെ ഇല്ല. ഏതർത്ഥത്തിലാണ് എഴുതിയിരിക്കുന്നത്? ദൈവം നമുക്കൊരു അതിര് കല്ലിട്ടിട്ടുണ്ട്. ആ അതിരുകല്ല് മാറ്റിയാൽ ആ ഏദേനിൽ വെച്ച് ആദാം ഹവ്വ ദമ്പതിമാരുടെ മേൽ വിഷം ചീറ്റിയ പഴയ പാമ്പായ പിശാച് ഇന്നും അവന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അവന്റെ വിഷം നമ്മിൽ വ്യാപരിക്കാതിരിക്കാൻ ഈ ഉപദേശ വിശുദ്ധി സൂക്ഷിച്ചേ മതിയാവും. അങ്ങനെ ഒരു ഭാഗ്യം കൃപയാൽ PNG സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ കൃപയാൽ പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഈ സ്ഥലം ഇവിടെ വാങ്ങുന്നതിന് മുമ്പ്, ഈ ഹോള് പണിയുന്നതിന് മുമ്പ് അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്ന കാലം മുതലേ വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം, ഇവിടെയുള്ളതായ ആ തോടിന്റെ സൈഡിൽ കൂടി അന്ന് വന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം അവസരം തന്നു. അന്ന് മുതൽ കർത്താവിന്റെ കൃപയാൽ ഇവിടെയുള്ള ദൈവദാസന്മാരുടെ, ദൈവമക്കളുടേതായ ആ സ്നേഹവും സന്തോഷവും ദൈവകൃപയെ അനുഭവിപ്പാൻ 85 മുതൽ ദൈവം എനിക്ക് ഭാഗ്യം. അത് സ്തോത്രം, അതുമുതല് ആലിയ സ്തോത്രം ഈ ഉപദേശങ്ങൾ പഠിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനേക അനുഭവങ്ങളിൽ കൂടി നടത്തി ഇന്നയോളം കൊണ്ടുവരുവാൻ ദൈവം കൃപ ചെയ്യും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത് ദൈവസനിയിൽ നിന്ന് പഠിച്ച് അവന്റെ ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരും. ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും അവൻ വളരും. ദൈവ വിഷയമായി സമ്പന്നരാകണം, ദൈവ വിഷയമായി വളർന്നു. അങ്ങനെ വളരുന്ന ഒരു ദൈവ പൈതലിനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരെ ചേർപ്പാനാണ് കർത്താവ് താമസമിനാ വരുന്നത്. ഞാൻ ആ ഭാഗം ഒന്നുകൂടി എടുത്തു പറഞ്ഞ് വേഗത്തിൽ ആ ഭാഗത്തിലേക്ക് വരട്ടെ. നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ ദൈവത്തെ അന്വേഷിക്കേണ്ടത് ഓടേണ്ടടുത്തെല്ലാം ഓടി എല്ലാ വഴി അടയുമ്പോഴല്ല ദൈവസനി മുട്ടുമടക്കേണ്ടത്. ദൈവത്തെ അന്വേഷിക്കേണ്ടത് ഒരു വിഷയത്തിന്റെ മുൻപിൽ അലിയസുതം ആദ്യം ദൈവകരങ്ങൾ ആ വിഷയം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നീട് ദൈവാത്മാവ് തരുന്ന നിയോഗം അനുസരിച്ച് മുന്നോട്ട് നമ്മൾ പോയാൽ നിശ്ചയമായിട്ട് വിജയം ഉറപ്പാണ്. തെളിവ് സഹോദരൻ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിന്റെ 20-ാം അധ്യായം 1-2 വാക്യം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അതിന്റെ 1-2-3 വാക്യങ്ങൾ. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗദി എന്ന ഹസസോൻ താമാരിലുണ്ട് എന്നെ അറിയിച്ചു. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് ദൈവത്തെ അന്വേഷിപ്പാനായിട്ട് അവൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു.
യഹോവയോട്, ലോകം ഈ യഹോശാഫാത്തിനെ നോക്കിക്കൊണ്ട് ഈ സമയം നീയാണ് ഭോഷനെന്ന് ലോകം വിളിച്ചു പറഞ്ഞു. കാരണം അമോന്യരും മോവാബ്യരും മെയൂന്യരും അല്ലെങ്കിൽ സെയീർ പർവ്വതക്കാരും ഒരു രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ യഹൂദയ്ക്കെതിരെ യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വരുമ്പോ അലിയസദം തിരിച്ച് അവരോട് യുദ്ധം ചെയ്യുവാൻ സൈന്യത്തെ ഒരുക്കി, സ്വത്ര യുദ്ധത്തിന് സൈന്യത്തെ സജ്ജമാക്കി മുന്നോട്ടായി നയിക്കേണ്ടവൻ ഉപവാസം പ്രസിദ്ധം ചെയ്ത് പ്രാർത്ഥനയ്ക്കിരിക്കുന്നു. ഒരു ദൈവവൈദ്യന്റെ അലിയസദം വിഷയം ഇത് തന്നെയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി യഹോശാഫാത്തിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. യഹോശാഫാത്തിനെ പോലുള്ള വിശ്വാസം, ആത്മധൈര്യം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവൻ യുദ്ധത്തിന് സൈന്യത്തെ അയക്കുകയല്ല, അവൻ തിരുപാദപടത്തിലിരുന്ന് തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തും. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഒരു യുദ്ധം സമാനമായി, അല്ലെങ്കിൽ കുടുംബത്തിൽ തലമുറകളിൽ, അല്ലെങ്കിൽ രോഗങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ജോലിപരമായ വിഷയങ്ങൾ ഏതും വന്നോട്ടെ, ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി ദൈവമുഖം അന്വേഷിക്കുമെങ്കിൽ പരാജയമല്ല, വിജയത്തിലേക്ക് ചെന്നെത്തുന്ന സമയം. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് അവസാന ആദ്യം മുട്ടേണ്ട വാതിലെല്ലാം മുട്ടി, പറയേണ്ടവനോടെല്ലാം പറഞ്ഞു, സ്വത്രം അന്വേഷിക്കേണ്ട മണ്ഡലങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു പിടിയുമില്ലെങ്കിൽ മുട്ടുമടക്കും ദൈവസൈന്യം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒത്തിരി അനുഭവങ്ങളും ഉണ്ടെങ്കിലും ഒരു അനുഭവം പറയാം. TPM-ൽ വളരെ സാക്ഷ്യമുള്ള ഒരു കുടുംബത്തിലെ തലമുറ. ഞാൻ ആഡിമാൻകാട് ശുശ്രൂഷിക്കുമ്പോ 25 വർഷത്തിന് മുമ്പ് ആ TPM വീടുമായിട്ട് ബന്ധമുള്ള ചർച്ചിലെ ഒരു വിശ്വാസി എന്നോട് വന്ന് പറഞ്ഞു, എന്റെ അടുത്ത് ഒരു ടീച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാതെ വായി കൂട്ടി. സോദരം, അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് പോകാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോകാമോ. അങ്ങനെ ഞാൻ ആ വീട്ടിൽ അവിടെ പ്രാർത്ഥിപ്പാൻ കെൽപ്പുള്ള ചില വിശ്വാസികളെയും കൊണ്ടാ പോയി. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഈ ടീച്ചർ രോഗിയായിട്ട് കിടക്കുക, വായി ഒരു സൈഡിലോട്ട് കൂട്ടിയിരിക്കും. ആ വീട്ടിലെ സോദരം, അവരുടെ ഭർത്താവാണെങ്കിൽ സോദരം തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാണ്, അതിനു മുമ്പേ പട്ടാളക്കാരനാണ്. സോദരം, ഈ ഇവരുടെ രോഗവിഷയത്തിനാണ് പ്രാർത്ഥിപ്പാൻ അവിടെ പോയി. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ദൈവം അവരെ സൗഖ്യമാക്കി. ഏതായാലും കൊള്ളാം, പ്രാർത്ഥന കഴിഞ്ഞ് ആ മാതാവ് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ എന്റെ മകൻ വിദേശത്ത് പോയി, അതിനുവേണ്ടിയും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോളാം. ഈ സമയത്ത് ആത്മാവിൽ ഞങ്ങൾ ജാഗരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ പോകുന്നത് പോലെ മടങ്ങി വരും, ജോലി കിട്ടത്തില്ലെന്ന്. ഞാൻ എന്നെ വിളിച്ചോണ്ട് പോയ വിശ്വാസികളുടെ അടുത്ത് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഈ പുള്ളിക്കാരൻ പോകുന്നത് പോലെ നാളെ രാവിലെ പോകുക, എല്ലാം ടിക്കറ്റ് എല്ലാം ഓക്കെ ആക്കി എല്ലാ ക്രമീകരണം ചെയ്തിരിക്കുന്ന ആളിന്റെ അടുത്ത് നിയോഗമില്ലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് വേറെയാണ്. അതുകൊണ്ട് ബുദ്ധിയായിട്ട് കാര്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയവരോട് പറഞ്ഞു, ആ പുള്ളിക്കാരൻ പോകുന്നത് പോയതുപോലെ തിരിച്ചു വായിച്ചു. ഏതായാലും കൊള്ളാം, 2-3 മാസങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി. സ്തോത്രം. ചില നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വന്നു എന്ന് കേട്ടു. ഏതായാലും കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പോകാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ പിന്നെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതിന്റെ വിഷയം, എല്ലായിടും അന്വേഷിക്കേണ്ടടുത്തൊക്കെ അന്വേഷിച്ച് ഒരു വഴിയുമില്ലെങ്കിൽ അവസാനം പ്രാർത്ഥനയ്ക്ക് മുട്ടുമുട്ടും. ഇങ്ങനെ ആത്മീകരെന്ന് പറയുന്ന അനേകര് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ വിഷയം, യഹോശാഫാത്തിനെ പോലെ
ഒരു ദൈവ പൈതലിന് ഒരു ധൈര്യം ഉണ്ടാകണം. ഏത് അമ്മോന്യർ വന്നാലും, ഏത് മോബാബിയർ വന്നാലും, ഏത് സെയീർ പർവ്വതക്കാർ അല്ലെങ്കിൽ അമ്മോന്യർ നമുക്കെതിരെ നിന്നാലും നാം ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഏത് പ്രതിസന്ധിയെയും ജയിക്കുവാൻ ദാവീദിനെ പോലെ അവന്റെ മുന്നേറ്റങ്ങളെ തടഞ്ഞുകൊണ്ട് അവന്റെ മുമ്പിൽ മതിൽ കെട്ടി ഉയർത്തിയാലും ദാവീദിനെ പോലെ വിശ്വാസമുള്ളവർ, കാഴ്ചപ്പാടുള്ളവർ പറയും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ആ ഒരു ധൈര്യമാണ് ദൈവമക്കളാകുന്ന നമുക്കുണ്ടാകേണ്ടത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കളാകുന്ന നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ഈ ദിവസങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും തിരുമുഖത്തേക്ക് നോക്കി ദൈവമുഖം അന്വേഷിച്ചും കൊണ്ട് ആ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ആ വിശ്വാസം ഏറ്റെടുത്ത് ദൈവസന്നിധിയിലായിരിക്കാം. ഏത് അന്ധകാര മണ്ഡലത്തെയും ആത്മാവിൽ ചവിട്ടി ജയിക്കാനുള്ള അധികാരം ഒരു ദൈവ പൈതലിന് ദൈവം തന്നിട്ടുണ്ട്. വലിയ സ്തോത്രം. ആ കാഴ്ചപ്പാടുള്ള, ആ ധൈര്യമുള്ള ദൈവമക്കൾക്കാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പൈശാചിക മണ്ഡലങ്ങളെ സ്തോത്രം. പണ്ട് കാലങ്ങളിൽ എന്നെ ദൈവാത്മാവ് നേർക്ക് നേർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അതിനെ എങ്ങനെ ജയിക്കണമെന്നും ദൈവാത്മാവ് എന്നെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്നെ നന്നായിട്ട് പഠിപ്പിച്ച് അഭ്യസിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. എങ്ങനെ ഒരു അന്ധകാര ശക്തികളെ നമുക്ക് ജയിക്കാം, അവൻ ഏതുവരെ നമ്മെ ഒതുക്കും, ആ മണ്ഡലങ്ങളിൽ എങ്ങനെ തല ഉയർത്താമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ പല പ്രാവശ്യം പഠിപ്പിച്ചു. അത് ഒരു പ്രാവശ്യം ഞാൻ കൊല്ലത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുമ്പോ എന്നോട് കൂടെ ഉള്ളവരെല്ലാം സിനിമയ്ക്ക് പോയി. ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ട് ആ റൂമിൽ വിശ്രമിക്കുമ്പോ ആ അവിടുത്തെ ദേശാധിപതി അവിടെ വന്നു. അവൻ വന്ന രസം അതൊക്കെ വിശദീകരിച്ചാൽ കുറെ ഉണ്ട്. ഞാൻ കിടക്കുമ്പോൾ എന്റെ കാല് മുതൽ ചുറ്റി. സ്തോത്രം. അന്നേരം അകത്തെ മനുഷ്യൻ പറയുക, കെട്ടിക്കോ കെട്ടിക്കോ. സ്തോത്രം. അങ്ങനെ കെട്ടി ഏതാണ്ട് ഇവിടം വരെ കഴുത്തുവരെ കെട്ടി. അന്നേരവും പറഞ്ഞു കെട്ടിക്കോ. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ തലവരെയും കെട്ടി. അന്നേരം കൈ ചലിക്കത്തില്ല, കാല് ചലിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ശരീരം ഒന്നും ചലിക്കത്തില്ല. ഒടുവിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രം പറയാൻ. നാവ് തുറക്കത്തില്ല, പക്ഷെ അകത്ത് സ്തോത്രം പറയാൻ. ഞാൻ ഇതെന്തിനു പറയുന്നെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നമുക്ക് ബന്ധനങ്ങളെ അഴിച്ചു പുറത്തു വരാൻ പറ്റും. അതിന് വേണ്ടി പറയുക. പ്രൈസ് ദി ലോർഡ്. നാവ് വരെയും കെട്ടിക്കളഞ്ഞു, സ്തോത്രം പുറത്തു വരത്തില്ല, ആരും അടുത്തില്ല, പരിചയമില്ലാത്ത സ്ഥലം, ഒരു വല്ലാത്ത ഇരുട്ട് അന്ധകാരം പിടിച്ച ഒരു സ്ഥലം. എനിക്കവിടെ ഭയമില്ല, അതൊക്കെ എനിക്കൊരു രസം പോലെ തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ അകത്ത് സ്തോത്രം പറയാൻ തുടങ്ങി. അഭിഷേകം പ്രാപിച്ചത് കൊണ്ട് ആത്മാവിൽ അന്യ ഭാഷയിൽ പറയാൻ തുടങ്ങി. അവസാനം നാവിന്റെ കെട്ടടിഞ്ഞ് സ്തോത്രം പുറത്തു വന്നു. കെട്ടിവിടം വരെ കെട്ടിയ കെട്ട് നേരെ അഴിയാൻ തുടങ്ങി. കൈ അഴിഞ്ഞു, കാലെല്ലാം അഴിഞ്ഞു, ശരീരം ഫ്രീ ആയി. ഇങ്ങനെ ഒരു ദിവസമായി, 2 ദിവസമായി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആദ്യമൊക്കെ ഇതൊക്കെ ഒരു രസം പോലെ തോന്നി. ഒടുവിൽ എനിക്ക് ഒരു വല്ലാത്ത അരോചകത്വമായി മാറി. സ്വതന്ത്രം. പിശാചിന്റെ അടുത്ത് മേലിൽ ഇവിടെ കണ്ടുപോരുന്നു. അതിനുശേഷം ആ പോരാട്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആരുമില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള വാക്കുകൾ ഇന്ന് നിർത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മെ വിളിച്ചവൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരുടെ മകൻ എന്നുള്ള ഉറപ്പ് ആദ്യം എനിക്കുണ്ടാകണം. ഞാൻ ആരുടെ മകളാണെന്നുള്ള ഉറപ്പുണ്ടാകണം.
ഈ പിശാച് ആരാണെന്നുള്ളത് അരിയസുദ്രം ആ ബോധ്യം എനിക്ക് നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു ഉറപ്പകത്തളത്തിൽ ഉണ്ടെങ്കിൽ ഏത് അന്ധകാര മണ്ഡലത്തോട് നേർക്കുനേർ വെല്ലുവിളിക്കുവാൻ, ആ ഒരു അഭിഷേകത്തോടെ നിൽപ്പാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. ദൈവജനത്തെ പലപ്പോഴും ഒതുക്കുന്നത് ഭയമാണ്. ഏലിയാവിനെ ഒതുക്കിയതും ഭയമാണ്. സ്വതന്ത്രം അന്നും ആ വിചാരമുണ്ട്, ബന്ധനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ വിഷയത്തിന്റെ നടുവിൽ ഏലിയാവ് ഭയപ്പെട്ടു. ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തിയവൻ അവന്റെ ഉള്ളിൽ വന്ന ഭയമാണ് ചൂരച്ചെടിയുടെ തണലിൽ ഒതുക്കിയത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മെ ഒതുക്കുന്നത് നമ്മുടെ അകത്ത് വരുന്ന ഭയമാണ്. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. എന്താണ് ഭവിക്കുന്നത്? എന്റെ ഭയമാണ് എന്നെ പലപ്പോഴും മുന്നേറാൻ വിടാത്തത്. ഇന്ന് രാത്രി ഭയവും ഭീരുത്വമുള്ളവൻ ഗിലിയാദ് പർവ്വതം വിട്ടു പോകട്ടെ എന്ന് പറയും പോലെ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഭയത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യുവാസ പ്രാർത്ഥന നടുവിൽ ഇതിന്റെ പ്രാരംഭത്തിൽ തന്നെ ചില രോഗങ്ങൾ കൊണ്ടിട്ടുള്ള ഭയം. സ്വത്രം ഈ രോഗം എന്താകും? കിടപ്പിലാകുമോ? കിടരോഗിയാകുമോ? എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ലയോ? എന്നെ ആര് നോക്കും? ആരെന്നെ കൈ പിടിച്ച് നടത്തും? ആരെന്നെ സഹായിക്കും? ഹൃദയത്തിനകത്ത് അത് നിരാശയായി, ഭാരമായി, പ്രത്യാശ നഷ്ടപ്പെട്ട് വിശ്വാസത്തിന് ക്ഷീണം വന്ന് ആത്മീകമായി നമ്മെ ഒതുക്കി പിശാച് നമ്മെ വേട്ടയാടാൻ നോക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത് ആത്മാവിൽ ദൈവസഭ കുടഞ്ഞെഴുന്നേൽക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുക്കുക. നമ്മെ പിശാച് പലപ്പോഴും ഭയപ്പെടുത്തിയാണ്. അത് പാസ്റ്ററായാലും വിശ്വാസിയായാലും ഭയം വന്നുപോയാൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിൽ വിശ്വാസം. അതുകൊണ്ടാണ് സ്വതന്ത്രം വചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ 366 പ്രാവശ്യവും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ദൈവം ഉറപ്പിച്ച് തന്നിരിക്കുന്നു. യേശു ഈ ഭൂമിയിൽ നമ്മെ പോലെ 33.5 വർഷം ജീവിച്ചിരുന്ന കാലത്ത്, ഒന്നുകൂടി പറഞ്ഞാൽ അവന്റെ 3.5 വർഷം ശുശ്രൂഷയുടെ കാലത്തും പലരും ചിന്താകുലരായിരുന്നു. യേശുവിന്റെ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിക്കുന്നവർ, യഥാർത്ഥമായി അവന്റെ വിടുതലുകൾ അനുഭവിക്കുന്നവർ ചിന്താകുലരായി മാറി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആകാശത്തിലേക്ക് നോക്കുവീൻ. ആ പറവ എന്ത് ചെയ്യുന്നില്ല? വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല. അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? സ്വത്രം. അങ്ങനെയെങ്കിൽ ചിന്താകുലങ്ങളിട്ട് നമ്മെ ഭാരപ്പെടുത്തുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ, നമ്മുടെ വിഷയത്തിന് ഇന്നല്ലെങ്കിൽ നാളെ മറുപടി ഉണ്ട്. കാരണം പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിലല്ല. ഞാൻ വിഷയം ഏൽപ്പിച്ചിരിക്കുന്നത് സ്വത്രം എന്നെ വിളിച്ച ദൈവത്തിന്റെ കരങ്ങളിൽ. ഈ അപേക്ഷകൾ ഒരിക്കലും തള്ളപ്പെടത്തില്ല. പക്ഷെ അതിന് വെയിറ്റിംഗ് ലിസ്റ്റിൽ. അതാണ് ഹബക്കൂക്ക് പറഞ്ഞത്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കും. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. വൈകിയാലും എന്ത് ചെയ്യണം? അതിന് കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു പക്ഷേ ലാസറിന്റെ വീട്ടിൽ നടന്നതുപോലെ കണ്ണുനീരൊഴിയേക്കാം.
നിലവിളി ഉയർന്നേക്കാം, പ്രശ്നം വഷളായേക്കാം. എങ്കിലും അപേക്ഷ അയക്കേണ്ടവന്റെ അടുക്കൽ അയച്ചിട്ടുണ്ടെങ്കിൽ അല്പം വൈകിയാലും അവൻ എത്തേണ്ട സമയത്ത് എത്തും, മറുപടിയുമായി എത്തും. അരിയസുദ്രം ഈ അപേക്ഷ കിട്ടിയവൻ വായിച്ചു നോക്കിയിട്ട് അവനൊന്നറിയാം, അവന്റെ ദൈവമഹത്വം, അവന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടത് ആരിലെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ എന്നിലും നിങ്ങളിലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ വേണ്ടി ചില വിഷയങ്ങൾക്ക് ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നെയും നിങ്ങളെ ചോദ്യം ചെയ്യുന്നവർക്ക് മറുപടിയുമായി ദൈവം എഴുന്നേൽക്കുന്ന സമയമുണ്ട്. ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയത്തിന് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന സമയമുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എന്നെ പലരും ചോദിച്ചു, എന്റെ പിതാവടക്കം വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിച്ചു. സ്തോത്രം. അവർ ചോദിച്ചതിനെല്ലാം ദൈവ മറുപടിയായിട്ട് എന്റെ കയ്യിൽ. ലോകം ചോദിക്കുന്നത് ഞാൻ പഠിച്ചിടത്തോളം അത് എന്റെ നന്മയ്ക്കായിരിക്കും. സ്തോത്രം. എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, പെന്തക്കോസുകാരൻ എന്ത് നേടി? ഞാനൊന്നും നേടിയില്ല. കർത്താവിന്റെ കയ്യിൽ തരേണ്ടത് അവരുടെ കണ്ണിന് മതിയാകത്തില്ല. ഞാൻ എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ, ലോകം നമ്മെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്ക് പ്രാപ്തിയില്ല, പക്ഷെ എന്നെ വിളിച്ചവൻ മറുപടി കൊടുക്കും. യേശുവിനെ കുറിച്ച് ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ സഹോദരൻ യാക്കോബ്, യോസേ, ഇവന്റെ സഹോദരിമാര് നമ്മോട് കൂടെ ഇല്ലയോ എന്ന് ചിലർ യേശുവിനെ തരം താഴ്ത്തി കാണുമ്പോൾ, അവൻ യോർദാൻ നദിയുടെ കടവിൽ ഇറങ്ങിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. പത്രോസിനെ യാക്കോബ് യോഹന്നാനെ വേറിട്ട മലയിൽ കൊണ്ടുപോയിട്ട് അവിടെയും പിതാവായ ദൈവം ഇറങ്ങി നിന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുത്തു. അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് സ്വർഗത്തിൽ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ വിളി കേട്ട് ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവമക്കൾക്ക് മറുപടി തരേണ്ടത് ദൈവമായ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മറുപടി ഒരുപക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെട്ടേക്കാം. ഒരുപക്ഷേ വിടുതൽ വെളിപ്പെട്ടേക്കാം. സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ചില വിടുതലിന്റെ സാക്ഷ്യങ്ങൾ ഓരോ ഉപവാസത്തിലും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു. സ്തോത്രം. അത് അവരുടേതായ സമർപ്പണത്തോടെ അവർ ദൈവത്തിന് ഇരുന്നു. അവർ വിടുതലുകൾ പ്രാപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ വിഷയം, ഇന്ന് രാത്രി ആ സമർപ്പണ ബോധത്തോടെ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളും ഇരിക്കുന്നു എങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ഇന്ന് രാത്രി ഇവിടെയും നമ്മെ നോക്കുകയാണ്. ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മുഖം തേടുവീ. സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ദൈവത്തിന്റെ മുഖം തേടണം, ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം. പാട്ട് പാടുമ്പോൾ ദൈവ മുഖം അന്വേഷിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ആണ്ടുമാൻകാട് സഭ വരുന്നതിന് മുമ്പ്, ആ ഹോള് അവിടെ പ്രവർത്തനം വരുന്നതിന് മുമ്പ് ഞങ്ങൾ പാറശാല ചർച്ചിലാണ് ആരാധിച്ചു. അവിടെ പണ്ട് ശ്രേഷ്ഠന്മാരായ ദൈവത്തിന്റെ ദാസിദാസന്മാർ കടന്നു വന്ന് ശുശ്രൂഷിക്കുന്ന ആ കാലഘട്ടത്തിൽ എന്റെ അടുത്തിരിക്കുന്ന വിശ്വാസിയോട് ആ വിശ്വാസിയുടെ ബലഹീനതയെ കുറിച്ച് ആത്മാവ് ദൂതറിയിക്കുമ്പോ ഞാൻ ആ ബലഹീനത എന്നിലുണ്ടോ എന്ന് ഞാനിരുന്നു പരിശോധിച്ചു. എനിക്ക് ദൂത് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കത്തില്ല. ആ ബലഹീനത എന്നിലുണ്ടോ? ഇന്നത്തെ ആത്മീക മണ്ഡലത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, ഇന്ന് അവന് ശരിക്ക് കിട്ടി അല്ലെങ്കിൽ അവൾക്ക് ശരിക്ക് കിട്ടി. ഇന്നത്തെ ദൂതത്തെ അവർക്ക് വേണ്ടിയായി.
ഈ ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തിന്റെ വിടുതലുകൾ പല മണ്ഡലത്തും തടയപ്പെടുന്നത്. യെശയ്യാ പറഞ്ഞു നമ്മളിങ്ങനെ വായിക്കുന്ന ദൈവദാസൻ സംബോധന ചെയ്ത ഭാഗം തന്നെയാണ്. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കരം കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം? നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രേ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ എത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ. എന്റെ വിടുതലിന്റെ തടസ്സം ഞാൻ തന്നെ. ആ ഒരു സമർപ്പണത്തോടെ നാം ദൈവസനിയിൽ അടുക്കുന്നു എങ്കിൽ, ദൈവമുഖം അന്വേഷിക്കുന്നു എങ്കിൽ നിശ്ചയമായും വിടുതൽ ഉറപ്പാണ്. വേഗത്തിൽ ഞാൻ ഒന്നാമത്തെ പോയിന്റ് അവസാനിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അടുത്ത പോയിന്റ്സുകൾ സമയം പോലും അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിച്ച യഹോശാഫാത്ത് യുദ്ധത്തിന് വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാർക്കും നേരെ അവന്റെ യുദ്ധം ഉപവാസവും പ്രാർത്ഥനയും. 21, 22 വാക്യം കൂടി വേഗത്തിൽ ഒന്ന് വായിക്കാമോ? പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പീൻ അവന്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അടുത്ത വാക്യം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. ദൈവം പറയുന്ന യുദ്ധം നിങ്ങളുടേതല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇവിടെ അമ്മോന്യരും മോവാബ്യരും സെയീർ പർവ്വതക്കാരും യഹൂദയ്ക്കെതിരെ യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് അണിനിരന്ന് കിടക്കുമ്പോൾ യഹോശാഫാത്ത് ആത്മാവിൽ പാടി ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ചില പതിയിരിപ്പുകാരെ അവർക്കെതിരെ വരും. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച ദൈവസനിയിൽ ധൈര്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ സ്വർഗം നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യും. എത്രയോ അനുഭവങ്ങൾ പറയാനോ. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നമുക്ക് വേണ്ടി വിഷയങ്ങളുടെ നടുവിൽ ഉത്തരം. എന്നാൽ ഏത് പ്രാർത്ഥനയുടെ നടുവിൽ നിയമപ്രകാരമായിരിക്കും. ഇല്ലാത്ത പ്രാർത്ഥന അംഗീകാരമല്ല. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആദിയിൽ നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. നാം അവനെ നിയമപ്രകാരമല്ലല്ലോ അന്വേഷിച്ചത്. അന്വേഷിച്ചത്. ആ ഭാഗം വിശദീകരിക്കാൻ സമയം. ദാവീദ് ഈ പറഞ്ഞ വാക്യം എന്റെ 13-ാം അധ്യായം 7-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയും. അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസ്സയും അഹ്യോവും വണ്ടി തെളിയിച്ചു. അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ ദാവീദ് അവന് വേണ്ടി അരമന പണിതു. ദൈവത്തിന്റെ പെട്ടകം വെക്കേണ്ട സ്ഥലം അവിടെ ഒരു കൂടാരവുമാണ്. ആ കൂടാരത്തിനകത്ത് പെട്ടകം കൊണ്ട് വരുവാൻ വേണ്ടി ദാവീദ് എല്ലായിടെ പ്രഭുക്കന്മാരുമായിട്ട് ആദ്യം ആലോചിച്ചു. അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എല്ലാവരെയും വരുത്തി, എല്ലാ ഇസ്രായേലിനെയും വരുത്തി നമുക്ക് ആ പെട്ടകം ഈ അതിനായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ആ കൂടാരത്തിലേക്ക് കൊണ്ടുവരണം. ആലോചിച്ചവരെല്ലാവരും വേഗത്തിൽ ആൾക്കാരെ എല്ലാം വരുത്തി, പ്രഭുക്കന്മാരെ വരുത്തി, പുരോഹിതന്മാരെ വരുത്തി. പക്ഷേ പെട്ടകം കയറ്റിയത് പുതിയ വണ്ടിയിൽ. പെട്ടകം ചുമക്കേണ്ട പുരോഹിതന്മാർ മാറി നിൽക്കുമ്പോ പെട്ടകം പുതിയ വണ്ടിയിൽ കയറ്റി വണ്ടി തെളിച്ച് കൊണ്ടുവരും. ഇങ്ങനെ വണ്ടി തെളിച്ച് വരുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ കരം ഭാരമായി. അവിടെ നമുക്ക് സംഭവം അറിയാം. പാട്ടുണ്ട്, നൃത്തമുണ്ട്. വാക്യം താഴോട്ടൊന്ന് വായിച്ചേ. 7-ാം വാക്യം 13-ന്റെ 7. അവർ ദൈവത്തിന്റെ പെട്ടകം അബീനാദാബിന്റെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി ഉസ്സയും അഹ്യോവും വണ്ടി തെളിയിച്ചു. ദാവീദും
എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ നിയമം ലംഘിച്ചാണെങ്കിലും എന്തുണ്ട്? പാട്ടുണ്ട്, കൈത്താളമുണ്ട്, സ്വോത്ര നൃത്തമുണ്ട്, എല്ലാ സംഗീതോപകരണ വായനയും. പക്ഷെ നിയമം തെറ്റിയത് അവിടെ ഛേദം വരുവാൻ കാരണമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടേതായ ജീവിതത്തിൽ നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നീതിയുള്ള വിധികൾ, ദൈവത്തിന്റെ ചട്ടങ്ങൾ, കൽപ്പനകൾ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ പഠിച്ച് ഈ ദിവസങ്ങളിൽ നാം ദൈവത്തിന് പരമാർത്ഥ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു എങ്കിൽ ഈ ഉപവാസത്തിന്റെ തുടക്കം മുതൽ പരിശുദ്ധാത്മാവ് ബാക്കി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിയമപ്രകാരം ദൈവത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് വിടുതൽ ഉറപ്പാ. എന്നാൽ ഇവിടെ പരാജയം 13-ാം അധ്യായത്തിൽ പരാജയപ്പെട്ട നിരാശിതനായ ദാവീദ് പെട്ടകം ഓബേദ്ഏദോമിന്റെ വീട്ടിൽ കയറ്റി വെച്ചിട്ട് അവരുടെ വഴിക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ കേൾക്കുകയാണ് ഓബേദ്ഏദോമിന്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു. നിയമപ്രകാരം പെട്ടകം ഇരുന്നാൽ അനുഗ്രഹം ഉറപ്പാണ്. എങ്ങനെയാലും അനുഗ്രഹം വന്നിരിക്കും. കാരണം നിയമപ്രകാരം പെട്ടകം ചുമക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കാതെ വിടത്തില്ല. ഇന്ന് രാത്രി അലിയ ആരാധനയാകുന്ന ദൈവവചനമാകുന്ന ഈ പെട്ടകം അലിയെ ചുമന്നും കൊണ്ട് വിശ്വാസത്തിന്റെ കാഴ്ചയോട് വെക്കുമ്പോൾ പിശാച് ഏതൊക്കെ മണ്ഡലത്തിൽ പോരാടിയാലും പേടിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അലിയ സ്വന്തമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവം നമ്മെ വെറും കൈയായി അയക്കത്തില്ല. അലിയസുതം ഒരു വടിയോടുകൂടെ മാത്രം യോർദാൻ കടന്നവനെ അലിയസുതം 10 പ്രാവശ്യം അവന്റെ പ്രതിഫലം ലാബാൻ മാറ്റിയെങ്കിലും ആ ഒരു വടിയോടുകൂടെ കടന്നവനെ 2 കൂട്ടമായി മടക്കി വരുത്തിയവനെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നതെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ആ ദൈവം നമ്മെ വെറും കൈയായി അയക്കുന്ന ദൈവമല്ല. അവൻ നമ്മെ യാക്കോബിനെ 2 കൂട്ടമായി മടക്കി വരുത്തിയവൻ നമ്മെയും അതുപോലെ അനുഗ്രഹിപ്പാൻ ശക്തൻ. ആ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം, ആശ്രയിക്കാം. സ്വർഗ്ഗ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ കടന്നു ശുശ്രൂഷിപ്പാൻ അവസരം നൽകിയ ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് ഗാലിയ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. Praise the Lord. Hallelujah. 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 നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകനെ കർത്താവ് ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചു. നമുക്ക് ആവശ്യമുള്ള ദൈവത്തിന്റെ വചനങ്ങൾ, ഹല്ലേലൂയ, ദൈവിക ദൂതുകൾ, ഹല്ലേലൂയ, അവിടുത്തെ അഭിഷേകൻ പാസ്റ്ററിലൂടെ ദൈവം നമ്മോട് അറിയിക്കുകയുണ്ടായല്ലോ. ആ ദൈവത്തിന്റെ വചനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയമപ്രകാരം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം തന്നെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി തീരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഇന്ന് ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തെ വാസ്തവമായി അന്വേഷിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. നിയമപ്രകാരം അല്ലെങ്കിലും ചിലർ ഹല്ലേലൂയ ചില പാട്ടുപാടി അവർ കിന്നരം വായിച്ചു, തപ്പും കാഹളവും ഒക്കെ എടുത്തു. പക്ഷെ അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല. അത് നിയമപ്രകാരം അല്ലാതിരുന്നത് അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല. അവർ ശാപിക്കപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അവർ ശാപഗ്രസ്തരായി തീരുന്നതേ ഉള്ളൂ. എന്നാൽ ഓബേദ്ഏദോമിന്റെ ഭവനത്തില് ആ പെട്ടകം നിയമപ്രകാരം ഇരുന്നപ്പോൾ ആ പെട്ടാലലുയ ആമേൻ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ ദൈവ പൈതലേ, ഈ വാസത്തിന്റെ ആരംഭത്തിലെ യഹോവയായ ദൈവം നമുക്ക് വേണ്ടി വില കൊടുത്തവൻ ഹല്ലേലൂയ നമ്മോട് വ്യക്തമായി സംസാരിച്ചിരിക്കുക. ഹല്ലേലൂയ. ഒന്ന് നിയമപ്രകാരം, ഹല്ലേലൂയ, നിയമപ്രകാരം, ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം ഞാൻ ഉപവസിപ്പാൻ തയ്യാറായിക്കോ. വിടുതൽ സമീപത്തുണ്ടെന്നത്ര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്.
ദേവദാസനെ ശക്തമായി പിന്നെയും ദൈവം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കട്ടെ, ശക്തമായി ഉപയോഗിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ദൈവസഭയുടെ ക്ഷണമനുസരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ഹല്ലേലൂയ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത ദൈവദാസനോടുള്ള നന്ദിയെ പ്രത്യേകമായി ഇത്തരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഫെർഡിനാൻഡ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ തോമസ് കുട്ടി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വാസപ്രാർത്ഥനയുടെ ആദ്യ രാത്രികാലം ഞങ്ങൾക്ക് സഭയായി കടന്നു വരുവാനോടൊന്നൊരുക്കി തന്ന സാക്ഷ്യത്തോർത്ത് നന്ദിയോടെ സ്തുതിക്കുകയാണ്. അപ്പം സ്തോത്രം. മാസം തോറുമുള്ള വാസം എന്നുള്ള രീതിയിലല്ല, കർത്താവെ കേൾപ്പിച്ച വചനം ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളവരായി നിൽക്കുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ സ്തോത്രം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ കർത്താവേ, അലേ ബുദ്ധിമാന്മാരായി തീരുവാൻ ഹല്ലേലൂയ സ്തോത്രം, അവിടുത്തെ ചട്ടങ്ങളും വിധികളും അനുസരിച്ചും പാദപീഠത്തിലിരുന്ന് പഠിച്ച് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് സ്തോത്ര ഈ സന്ധ്യാസമയം ഞങ്ങളോട് ആലോചന പറഞ്ഞിരിക്കുമ്പോൾ കർത്താവേ, സ്തോത്രം വ്യവസ്ഥപ്രകാരം ആരാധിച്ച് മുന്നേറുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുക്കും ചിട്ടയോടെ സ്തോത്രം ചുവടുകൾ മുമ്പോട്ട് വയ്ക്കുവാൻ കർത്താവേ, സ്തോത്രം അവിടെ സഹായിക്കണം. ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ വിരുദ്ധ പ്രാപിക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ കർത്താവേ, സ്തോത്രം ചട്ടപ്രകാരം ഹല്ലേലൂയ സ്തോത്രം പോരാടുവാൻ ഞങ്ങൾ ഓരോരുത്തരെ ശക്തരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളുമായി ഭാരത്തോടായിരിക്കുന്ന തൻ്റെ മക്കളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വചനപ്രകാരം ഒരു ക്രമീകരണം വരുത്തിക്കൊണ്ട് സ്തോത്രം വിഷയത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുവാനോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്ര ശബത്തിനെ പോലെ വിഷയം കണ്ട് ഭയപ്പെട്ട് ഹല്ലേലൂയ പ്രസിദ്ധപ്പെടുത്തി സ്തോത്രം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വലിയ വിജയം ഹല്ലേലൂയ ശബത്തിനും കുടുംബത്തിനും സ്തോത്രം രാജ്യത്തിനും കൊടുത്തതുപോലെ കർത്താവെ വലിയ വിജയം പ്രാപിച്ചെടുക്കുവാൻ ഞങ്ങളെവിടെ സഹായിക്കണം. വിലപ്പെട്ട ദാസന കരങ്ങളിലെടുത്തല്ലോ, താൻ ശുശ്രൂഷിക്കുന്ന ഒഴുക്കുന്ന സഭയെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാക്കളുടെ വർധനവ് നൽകണം, തന്നെയും കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും കൂടെ ഇരിക്കണമേ. സ്തോത്രം. ഇവിടെ സൃഷ്ടിക്കുന്ന താൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. തോമസ് കുട്ടി പാസ്റ്ററിനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാജേഷ് സാറിനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ജിൻ ജോസഫിനെയും കുടുംബത്തെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയ്ക്കായി കടന്നു പോയിരിക്കുന്ന മേറി സാറിനായി സ്തോത്രം. എൻ്റെ യാത്രയിലൊക്കെയും ദൈവകരം കൂടെ ഇരിക്കണമേ. അടിയനെയും താഴ്ത്തി തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേട്ടുപിടിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ആശീർവാദത്തിന് മുമ്പ് ഒരു കാര്യം അറിയിക്കട്ടെ. നാളെ നമുക്ക് 11 മണിക്ക് കൃത്യം 11 മണിക്ക് ഈ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചാരംഭിക്കും. നാളെ വരുന്ന ദൈവദാസൻ സുനു ഐക്കാർ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസനാണ്. ഇന്നത്തെ പോലെ നാളെയും നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവിൻ്റെ ദാസൻ നമുക്ക് സമയത്തെത്തുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭയങ്കര അനുഭവ സാക്ഷ്യമുണ്ട്, നല്ല വചനമുണ്ട്. അദ്ദേഹവും റാന്നി സ്വദേശിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക, എല്ലാവരും കടന്നു വരിക. അങ്ങനെ സുവിശേഷത്തിന്റെ വ്യക്താക്കളായി നമ്മൾ മാറട്ടെ. ആശീർവാദം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സ്നേഹവും കൃപയും കാവലും കൂട്ടായ്മയും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും ഇന്ന് വന്നു ചേർന്ന എല്ലാ കുടുംബങ്ങളോടും ഐശ്വര്യമായി ദൈവവചനം സംസാരിച്ച ബഹുമാന്യ പാസ്റ്റർ കെ സെൽവൻ പാസ്റ്റർ കുടുംബത്തോടും അഭിഷക്തന്മാരോടും ആമേ ശുശ്രൂഷയ്ക്കായി കടന്നുപോയിരിക്കുന്ന എം.എ. വർഗീസ് പാസ്റ്ററോടും കുടുംബത്തോടും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. സമാധാനത്തോടെ നമുക്ക് പിരിയാം.